ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈദ് മുബാറക് ടു ഓൾ. നമ്മളിപ്പോൾ ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഔട്ടിങ് പോവാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ആണ്, അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഓക്കെ, ഹായ് സലങ്ക. ഹായ്. പെരുന്നാളിനൊക്കെ ഇത്ര മുഞ്ചുണ്ടെന്ന് മനസ്സിലാവുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒമാനിൽ വന്നേ പിന്നെ വല്ലാത്തൊരു സൈലൻസ് ആയിരുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. എല്ലായിടത്തും ആളുകൾ ഇന്നും അധികം അങ്ങനെ കാണാനൊന്നും പറ്റുന്നുണ്ടായില്ല. റെസ്റ്റോറൻറ്റ്സും പിന്നെ ഷോപ്സൊക്കെ ഒരുവിധം അടച്ചിട്ടേക്കായിരിക്കും. വൈകിട്ട് നോമ്പ് തുറക്കൊക്കെ ശേഷം കുറച്ച് കടകളൊക്കെ തുറക്കും. ആ ടൈമിലാണെങ്കിലും അധികം ഡിഷസ് ഒന്നും ഉണ്ടാവാറില്ല, വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്യാനൊന്നും, ജസ്റ്റ് സംതിങ് ടു ഈറ്റ് അത്ര തന്നെ. പിന്നെയാണെങ്കിലും എവിടെ ഇറങ്ങിയാലും ഒരു വല്ലാത്ത സൈലൻസ് തന്നെയായിരുന്നു. പക്ഷെ പെരുന്നാളിൻ്റെ ദിവസം ഇതെല്ലാം പൊളിച്ചടക്കി ഒരു വൺ വൈബായിരുന്നു കേട്ടോ. ഇവിടെ ഒരു 1 വീക്കൊക്കെ ശരിക്കും നമുക്ക് ഹോളിഡേയ്സ് ഉണ്ട്. എല്ലാവർക്കും വർക്കിംഗ് ആൾക്കാർക്കൊക്കെ ഒരു 1 വീക്കോളം ഹോളിഡേ ഉണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈമും. പിന്നെ കടകളൊക്കെ നല്ല തിരക്കായിരുന്നു. എനിക്ക് 2 ഡേയ്സിൻ്റെ ലീവ് ഉണ്ടായിരുന്നു, അച്ഛന് 1 വീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ദിവസം കാലത്ത് തന്നെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അപ്പവും ചിക്കൻ കറിയും നിസാർക്കയുടെ അടുക്കളയിൽ നിന്നാണ് കഴിച്ചത്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പിന്നെ പൂരിയും ബീഫ് കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളി. ശരിക്കും നമുക്കൊരു ഹോംലി ഇന്ത്യയിൽ വന്ന് നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നോട്ട് ടു സ്പൈസി ബട്ട് ടു ഗുഡ് അത്രയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ സുൽത്താൻ ഖബൂസ് ഗ്രാൻഡ് മോസ്കിൽ പോകാൻ ഫസ്റ്റ് ടൈം ആയത് കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഇതുവരെ മോസ്കിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. നമ്മളിപ്പോൾ മോസ്കിലാട്ടോ നിൽക്കണേ, സുൽത്താൻ ഖബൂസ് ഗ്രാൻഡ് മോസ്ക് അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് മോസ്കിൽ ഒന്ന് പോയിട്ട് നോക്കാം. ഫസ്റ്റ് ടൈം ആട്ടോ കയറണേ. അപ്പോൾ നമുക്ക് ഷോളൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ തട്ടമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നോക്കാം. കിഡിലെ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലിവിടെ ആര്യവേപ്പില്ലേ, നീം ട്രീസാണ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര റിഫ്രഷിങ്ങും കൂടിയാണ് കേട്ടോ ശരിക്കും. പിന്നെ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സും ഗാർഡനൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, we are in Sultan Qaboos Grand Mosque. Let's go. Come on. നമ്മളവിടെ പള്ളിയിലെത്തിയപ്പോൾ ടൈം ഏകദേശം ഒരു 11:02 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എൻട്രൻസിലെത്തിയപ്പോഴാണ് അറിയാൻ പറ്റിയത് എൻട്രി ടൈം ഫോർ നോൺ മുസ്ലിംസ് 8 to 11 ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ 8 to 11 എന്ന് പറഞ്ഞിട്ടുള്ള ടൈമിൽ തന്നെ പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിംസിന് മാത്രമേ എൻട്രി ഉള്ളൂ. അവരുടെ പ്രെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. നമുക്കറിയില്ലായിരുന്നു ഈ ടൈമിങ്ങിനെ പറ്റിയിട്ട്. ബട്ട് ദാറ്റ് ലൈക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മളിവിടെ അടുത്ത പ്രാവശ്യം പോകുന്നതായിരിക്കും. ഉള്ളിൽ നല്ല അടിപൊളി ആർക്കിടെക്ചറും നല്ല കുറേ സീൻസൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ബട്ട് മിസ്സായിപ്പോയി. ബട്ട് നമ്മളത് കവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. ചുറ്റും നടന്ന് കാണാൻ നല്ല രസമായിരുന്നു. കുറേ ബോഗൻ വില്ലാസൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോഗൻ വില്ലാസ് മാത്രമല്ല കേട്ടോ, വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. കുറേ എണ്ണത്തിനൊന്നും പേര് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റിംഗ് ആയിരുന്നു. ലൈറ്റ് ഗ്രീൻ കളറിലായിരുന്നു കാണുന്നുണ്ടായിരുന്ന. സ്കൈ ഒക്കെ കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഈ ഡെസ്ക്ടോപ്പിലൊക്കെ നമുക്ക് വരുന്ന വാൾപേപ്പേഴ്സ് ഉണ്ടല്ലോ, ലാപ്ടോപ്പിലൊക്കെ നമ്മുടെ സ്ക്രീൻ സേവേഴ്സായിട്ട് വരുന്ന വാൾപേപ്പേഴ്സ് ഇല്ലേ, കറക്റ്റ് അതുപോലെ ഇരുന്ന് എനിക്ക് പല സീൻസും കാണുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആലിസിൻ്റെ കയ്യിൽ ഈ ഒരു കുട്ടി സൈക്കിൾ ഉണ്ടായിരുന്നു. ഇതിൽ ആൾ എല്ലാവിധ കാര്യങ്ങളും കാണിച്ചു കിട്ടും. അപ്പം നമ്മളുടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ആൾ ഈ ഒരു സൈക്കിളിലാണ് കേട്ടോ ഓരോ സ്ഥലത്തേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാനിത് കണ്ടപ്പോൾ വെച്ച് ഭയങ്കര സിമ്പിളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുമ്പോൾ കയറാൻ നോക്കിയത്. പക്ഷേ സിമ്പിളല്ല ഗൈസ്, ഇത് വളരെയധികം പ്രാക്ടീസും ബാലൻസും വേണ്ട ഒരു സാധനമാണ്. എനിക്ക് പിന്നെ മനസ്സിലായി, കാരണം എനിക്ക് തീരെ ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എടുക്കുമ്പോഴൊക്കെ വീഴാൻ പോയിരുന്നു. ബട്ട് ഞാൻ എന്നാലും കുറേയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് ഓടിച്ചൊക്കെ നടന്നു കേട്ടോ. ദാറ്റ് വാസ് എ വെരി ഗുഡ് തിങ്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ആംബിയൻസ് ആയിരുന്നു. കുറേ എന്താ പറയുക, ട്രീസും പിന്നെ അതുപോലെ തന്നെ ലോൺ സെറ്റ് ചെയ്തതും പിന്നെ ഡേറ്റ്സിൻ്റെ ഓച്ചാർട്സ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ രസമായിരുന്നു കാണാൻ വേണ്ടി. നമുക്ക് അവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നേരം നമ്മൾ അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈ യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതാ ഗ്രാസും ഉണ്ടായിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, അത് ആ ബുഷുമല്ല, മുകളിലുള്ള ഏതൊരു ട്രീയും ഉണ്ടായിട്ടുള്ളത്. ഒരു കോട്ടൺ ഫീലായിരുന്നു കേട്ടോ അതുമ്പോൾ തൊടുമ്പോൾ. ഗുഡ്.
അടിപൊളി ആംബിയൻസ് ആട്ടോ ഇവിടെ. ശരിക്കും ഒരു ലോൺ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ, ബാക്കിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇരിക്കാനും. ഇപ്പോൾ കുറേ വെയിലുള്ള ഏരിയാസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഷെയ്ഡിലൊക്കെ വന്നിട്ടാണ് ഇരിക്കണേ. പിന്നെ നല്ല ഫ്ലവേഴ്സ് ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല ഗ്രീൻ കളറിലാണ് നിൽക്കണേ. ഇനി അത് കുറച്ച് റൈപ്പായി വരുമ്പോൾ ഒരു തമ്മർ എന്ന് പറയും അതിന്. അപ്പോൾ ആ ഒരു ഫോമിൽ അത് എടുത്തുകൊണ്ട് പോയിട്ട് പൊട്ടിച്ചുകൊണ്ടായിട്ടൊക്കെയാണ് ഉണക്കിയിട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണേ. അപ്പോൾ ഭയങ്കര രസം ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ. നമുക്ക് ഫാമിലിക്ക് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു സ്പേസും കൂടിയാട്ട്. അങ്ങനെ അവിടെ എല്ലാം ചുറ്റി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം നമുക്കിനി റെസ്റ്റ് എടുക്കാം, വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനും ആലിസും കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയായിരുന്നു. Then I like to go to sit in the grass again. Then I like to sit in the road, and then I like to sit in the stone. Oh, where are we going next? Beach. Beach. പോയി என்ன பண்ண? குளிக்கலாம், sand விளையாடலாம். sand விளையாட. beach போய் அந்த sand toys ஓபன் பண்ணா அத அப்புறம் நம்ம எப்படி இருக்க நம்ம பார்த்து சொல்லலாம். ஓகே, ബൈ ബൈ சொல்லு. ബൈ ബൈ. നമ്മളിപ്പോൾ സൈറ്റിൽ ഗ്രാൻഡ് മോസ്കിൻ്റെ സൈറ്റിൽ കുറച്ച് ആർക്കിടെക്ചർ ഭാഗങ്ങളിലൊക്കെ വന്നേക്കാട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടി. ഫോട്ടോഗ്രാഫിയൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബിക്കോസ് അത്ര അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഗൈസ്. നമുക്ക് ബീച്ചിൽ പോകാൻ പ്ലാൻ ഉണ്ട് കേട്ടോ ഈവനിങ്. അപ്പോൾ ബീച്ചിൽ പോകണമെങ്കിൽ കുറച്ച് വെയിലാറണം, എന്നാലേ നമുക്ക് നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ബീച്ചിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ, എല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ടൈം ഒരു 1 o'clock ആവാറായി. നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇറ്റ് വാസ് എ ഗുഡ് ടൈം. അപ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ വേറെ പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വാൾ പേപ്പറിൽ കാണുന്ന ഒരു എഫക്റ്റ് എന്ന്, അതുപോലെ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ കാലത്ത് വന്ന സെയിം സ്പോട്ടിലേക്ക് തന്നെ എത്തിയേക്കാണ്, നിസാർക്കയുടെ അടുക്കളയിൽ. ഇവിടെ നല്ല അടിപൊളി ഫുഡായിരുന്നു. കാലത്ത് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു നമുക്ക് മോർണിംഗിലും അവിടെ തന്നെ വരാമെന്ന്. അവിടെ കയറിയപ്പോൾ തന്നെ നല്ല ബിരിയാണിയുടെ മണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ആദ്യം കയറി വരുമ്പോൾ സൈഡിലിരിക്കുന്നവർ എല്ലാവരെയും നോക്കും എന്താ അവർ കഴിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ഐറ്റംസൊക്കെ, അപ്പോൾ നമുക്ക് ടെംപ്റ്റേഷനൊക്കെ ആക്കി ആ ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനത്തെ ടെംപ്റ്റേഷൻ ഉണ്ടാവും. മെനു കാർഡിനേക്കാളും എഫക്റ്റീവായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ടൈമിൽ അല്ല ആ ഒരു ടെംപ്റ്റേഷൻ. പിന്നെ നമുക്ക് നല്ല വാഴല വെച്ച് അതിനകത്ത് സാലഡും അച്ചാറും പപ്പടവും ഒക്കെ വെച്ചിട്ട് നല്ല ബിരിയാണി അതിൽ കൊണ്ട് വിളമ്പി ഗൈസ്. ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആലിസിന് സ്പൈസ് തീരെ പറ്റാത്തതുകൊണ്ട് ആലിസിന് പ്ലെയിൻ റൈസ് ബിരിയാണിയിൽ നിന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാലത്ത് വന്ന അതേ ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഇവിടെ നല്ല ഫുഡ്. അപ്പോൾ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് കൂടുതൽ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വേണം. മട്ടൻ ബിരിയാണി மட்டன்ல பீஸ் ரைஸ் நல்லா வந்துருக்கு. அப்பளமும் தயிர் அதுக்கப்புறம் சேர்த்து மிக்ஸ் பண்ணி அப்ப நான் சொல்லணும்ல, என் பொண்ணு வந்து ஜூசி சூப்பர் சூப்பர் டேஸ்டா இருக்குது. அப்டோமா ஆலிஸ் டேஸ்டா இருக்குது. அதுக்கப்புறம் இந்த தயிரும் சோறும் மிக்ஸ் பண்ணி நான் சாப்பிட்டுருக்கேன். அது ரொம்ப டேஸ்டா இருக்குது. அப்பளம் சாப்பிட்டாலும் டேஸ்டா இருக்குது. சூப்பரா இருக்கு. ஆமா, சூப்பரா இருக்கு. கொஞ்சம் கைக்கு அப்புறம் இது லெரோ எல்லாமே சாப்பிடு. അപ്പോൾ ബിരിയാണീനെ പറ്റിയിട്ടുള്ള ആലിസിൻ്റെ റിവ്യൂവും പിന്നെ മുക്കണ്ണൻ്റെ റിവ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ കേട്ടത്. മട്ടൻ ബിരിയാണി സൂപ്പറാണ്, നല്ല ജ്യൂസിയാണെന്നാണ് കേട്ടത്. പിന്നെ റൈസ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അച്ചുവിൻ്റെ ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിക്കൻ ബിരിയാണി രണ്ടും അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്.
പക്ഷേ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹാർഡാണ് കമ്പയർഡ് ടു മട്ടൻ. മട്ടൻ ഭയങ്കര ജ്യൂസി ആയിരുന്നു. നല്ല റൈസ് സോഫ്റ്റ് ഇരിക്ക്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി ഗായ്സ്. സൂപ്പർ ഫുഡായിരുന്നു. നമ്മളൊരു കരിക്കിന് ഷേക്ക് പറഞ്ഞു കേട്ടോ. ഇത് നമ്മൾ പാർസൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി റൂമിലേക്ക് പോവാം. അപ്പോൾ സൈഡിലൊക്കെ കൂടെ കഴിക്കാന്ന് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടായ? സൂപ്പർ. കരിക്കും ഷേക്കും സൂപ്പർ ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇന്ന് നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.